ഇന്ന് വളരെയധികം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ബദർ യുദ്ധം, അതുപോലെ ഇസ്ലാമിന്റെ ഉത്ഭവം, ഇസ്ലാമിന്റെ പ്രചരണം, ഇസ്ലാമിന്റെ പ്രവർത്തനങ്ങൾ. അതൊക്കെ ഇസ്ലാമിന്റെ പ്രചരണം നടന്നത് വാളിലൂടെയും തോക്കിലൂടെയും തെറ്റായ മാർഗങ്ങളിലൂടെയും യുദ്ധങ്ങളിലൂടെയും ഒക്കെ ആണ് എന്ന് ഇല്ലാത്ത കഥകൾ മെനഞ്ഞുണ്ടാക്കുന്ന ചില ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ഈ പശ്ചാത്തലത്തിൽ നിന്നാണ് ബദർ യുദ്ധ സംഭവങ്ങളെ കുറിച്ച് നമ്മൾ കൂടുതൽ മനസ്സിലാക്കേണ്ടത്. ഓരോ വർഷവും അതിന്റെ ചരിത്രങ്ങളെ കുറിച്ച്, അതിന്റെ കാരണങ്ങളെ കുറിച്ച്, പശ്ചാത്തലങ്ങളെ കുറിച്ച് നമ്മൾ കേൾക്കുകയും പുതിയ തലമുറക്ക് ആ സന്ദേശത്തെ യഥാർത്ഥ രൂപത്തിൽ കൈമാറുകയും ചെയ്തിട്ടില്ലെങ്കിൽ ഇന്നു പ്രചരിപ്പിക്കുന്ന തെറ്റായ കാര്യങ്ങൾ പിന്നീട് അത് ശരിയാണോ എന്നുള്ള സംശയത്തിലേക്ക് ഈ ഉമ്മത്ത് വഴുതിപ്പോകാൻ കാരണമാകും. അതുകൊണ്ട് തന്നെ അതിന്റെ രൂപങ്ങൾ മനസ്സിലാക്കലും കേൾക്കലും അറിയലും പകർന്നു കൊടുക്കലും നമ്മുടെ മേൽ ചുമതലയാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ ഭൂജാതനായി 40 വയസ്സ് വരെ അൽ അമീൻ, ഒരാൾക്കും എതിരഭിപ്രായമില്ലാതെ സത്യസന്ധൻ, വിശ്വസ്തൻ, വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആള് എന്ന രൂപത്തിൽ എല്ലാവരാലും അംഗീകരിക്കപ്പെട്ടു. അവിടുത്തെ കുടുംബക്കാർ മാത്രമല്ല, അവരോട് ബന്ധം പുലർത്തുന്നവർ മാത്രമല്ല, ആ നാട് ഒന്നടങ്കം അങ്ങനെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിക്കപ്പെട്ടു. പിന്നീട് ഹിറാ ഗുഹയിൽ നിന്ന് പരിശുദ്ധ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ഇസ്ലാമിന്റെ പ്രബോധന സന്ദേശം കൈമാറി പ്രവാചകത്വം ഏറ്റെടുത്തു. പ്രവാചകത്വം ഏറ്റെടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലെ ജനങ്ങളെ വിളിച്ചുകൂട്ടിക്കൊണ്ട് യഥാർത്ഥമായ ഈ ലോകത്തെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന യഥാർത്ഥ ദൈവമാകുന്ന, ഇലാഹാകുന്ന, സൃഷ്ടാവാകുന്ന അല്ലാഹുവിനെ കുറിച്ച് ആ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അന്ന് മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ അതുവരെ ഏതു നാവുകളെ കൊണ്ടാണോ അൽ അമീൻ എന്ന് വിളിച്ചിരുന്നത്, ആ നാവുകളെ കൊണ്ട് മജ്നൂൻ എന്ന് വിളിക്കാൻ തുടങ്ങി. ഭ്രാന്തൻ എന്നർത്ഥം വരുന്ന മജ്നൂൻ എന്ന് വിളിക്കാൻ തുടങ്ങി. വിഡ്ഢി എന്നർത്ഥം വരുന്ന സഫീഹ് എന്ന് വിളിക്കാൻ തുടങ്ങി. അങ്ങനെ പല ആക്ഷേപ വർഷങ്ങളായിരുന്നു പിന്നീട് ആരംഭിച്ചത്. അത് കൂടി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പലപ്പോഴും ശത്രുക്കൾ പറഞ്ഞു, ഈ പരിപാടി, നിന്റെ ഈ ആദർശ പ്രഭാഷണം നിർത്തിവെക്കണം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാളെയും നിർബന്ധിപ്പിക്കാൻ പോയിട്ടില്ല. തനിക്ക് കിട്ടിയ ദിവ്യ സന്ദേശങ്ങൾ അത് നിങ്ങൾ പാലിക്കണം, നിങ്ങൾ വിശ്വസിക്കണമെന്ന് അടിച്ചേൽപ്പിക്കാൻ ആരെയും പോയിട്ടില്ല. ആ വിഷയങ്ങൾ തന്റേതായി ലഭിക്കുന്ന സന്ദേശങ്ങൾ മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കുക മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത്. പക്ഷേ അതിവിടെ മിണ്ടാൻ പറ്റൂല എന്ന ശൈലിയിലേക്ക് മക്കയിലെ ഖുറൈശികൾ മാറുകയാണ്. നിന്റെ അഭിപ്രായം ഇവിടെ പറയാൻ പറ്റുകയില്ല എന്ന തലത്തിലേക്കാണ് മക്ക ഖുറൈശികൾ മാറിയത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിർവാഹമില്ല. അല്ലാഹുവിൽ നിന്ന് കിട്ടിയ വഹീകളെ അത് ജനങ്ങളിലേക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ള ചുമതല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിർബന്ധമായും പാലിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ ആ ചുമതല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ മക്കയിൽ ജീവിക്കാൻ വലിയ കഷ്ടപ്പാട് ഉണ്ടാകുന്ന സാഹചര്യം എത്തുകയാണ്. കുക്കുവിളിയും കല്ലെറിയലും അടിയോടിക്കലും ആക്ഷേപങ്ങളും കൊല്ലാൻ ശ്രമിക്കലും പല രൂപത്തിലും നിർവാഹമില്ലാത്ത സാഹചര്യം എത്തിയപ്പോൾ അവിടുത്തെ മുസ്ലിങ്ങളായി തന്നെ വിശ്വസിക്കുന്ന തന്റെ കൂടെയുള്ള കൂട്ടുകാരോട് ഈ മക്ക നാട്ടിൽ നിന്ന്, ജന്മനാട്ടിൽ നിന്ന് മദീന എന്ന് പറയുന്ന മറ്റൊരു നാട്ടിലേക്ക് സുരക്ഷിതമായി രക്ഷപ്പെടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് നിർദ്ദേശം കൊടുക്കുന്നു. അവിടുത്തെ അനുയായികൾ രഹസ്യമായി ഈ നാട്ടിൽ നിന്ന് ജീവനം കൊണ്ട് മറ്റൊരു നാട്ടിലേക്ക് പലായനം ചെയ്തു.
അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീട് ശത്രുക്കൾ വളഞ്ഞു. അറിയാവുന്ന ചരിത്രത്തിലേക്ക് കൂടുതൽ വിശദീകരിക്കുന്നില്ല. വീട് വളഞ്ഞ ആ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ശത്രുക്കളെ എല്ലാവരും കൊല്ലാൻ വേണ്ടി വാളും ഊരിപ്പിടിച്ച് വീടിന്റെ ചുറ്റുവട്ടത്തും നിറഞ്ഞു കാത്തു നിൽക്കുന്ന ശത്രുക്കളുടെ ഇടയിലൂടെ അത്ഭുതകരമായി രക്ഷപ്പെടുകയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ മദീനയിലേക്ക് ഹിജ്റ പോകുകയും ചെയ്യുകയാണ്. പിന്നീടുള്ള മുസ്ലിമീങ്ങൾക്ക് മർദ്ദനം കൂടി വന്നു. കാരണം ആരെ വധിക്കാനാണോ നമ്മൾ തീരുമാനിച്ചത് ആ ഉദ്ദേശിച്ച ആളെ നമുക്ക് കിട്ടിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന ഈ ആദർശത്തിന്റെ നേതാവിനെ കിട്ടാതെയായപ്പോൾ അതിന്റെ അനുയായികളായി ശേഷിക്കുന്ന ആളുകൾക്ക് കഠിനമായ പീഡനങ്ങളും താഠനങ്ങളും മർദ്ദനങ്ങളും ഭയങ്കരമായി അവിടുന്ന് സ്ട്രോങ് ആകുകയാണ്. ഓരോരുത്തരും നിർവാഹമില്ലാതെ ഉള്ള സമ്പത്ത് മുഴുവനും ഉപേക്ഷിച്ച്, കുടുംബത്തെ ഉപേക്ഷിച്ച്, വീട് ഉപേക്ഷിച്ച്, കിട്ടിയ ജീവനും കൊണ്ട് മദീനയിലേക്ക് പലായനം ചെയ്യാണ്. ഓരോരുത്തരും ഒറ്റക്കും രഹസ്യമായും രാത്രിയിലും പതുങ്ങിയും അങ്ങനെ യാത്ര ചെയ്തു. ഓരോരുത്തരായി എണ്ണം കുറഞ്ഞുകൊണ്ടിരുന്നു. ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ധീരനാണ്. അദ്ദേഹം യാത്ര പോയത് വിപരീതമാണ്. തന്റെ അമ്പും വില്ലും എടുത്ത് വാളുറയിലിട്ട് കഅബ തവാഫ് ചെയ്തിട്ട് ആ കഅബയുടെ ചുറ്റുമുള്ള അബൂജഹൽ ഉൾപ്പെടെയുള്ള ശത്രുക്കളെ മുഴുവനും വെല്ലുവിളിക്കുകയാണ്. മദീനയിലേക്ക് ഹിജ്റ പോകുന്ന മുസ്ലിമീങ്ങളെ തടയാനാണല്ലോ നിങ്ങൾ ശ്രമിക്കുന്നത്. ഉമർ ഹിജ്റക്ക് ഇറങ്ങാണ്. ആരാണ് തടയാൻ ഖുറൈശികൾ ഉള്ളത്? ആ തടയാനുള്ളവർ മുന്നോട്ട് വരിക. ഉമർ അവരെ നേരിടാൻ കാത്തിരിക്കുകയാണ്. ഞാനിതാ യാത്ര പുറപ്പെടുകയാണ്. ഒരിക്കലും പാതിരാക്ക് പതുങ്ങിയോ ഇരുട്ടിന്റെ മറവിൽ ഒളിച്ചോ അല്ല ഉമർ പോകുന്നത്. ഈ പട്ടാപകൽ ഉമർ നിങ്ങളെ മുമ്പിൽ പറഞ്ഞുകൊണ്ട് പുറപ്പെടുകയാണ് എന്ന വെല്ലുവിളിയോടുകൂടെയാണ് ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹിജ്റ പോകുന്നത്. അങ്ങനെ ഓരോരുത്തരും പല രൂപത്തിലും ഹിജ്റ പോയിക്കൊണ്ടിരിക്കുമ്പോ ബഹുമാനപ്പെട്ട സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു ശത്രുക്കൾ ഇത് മനസ്സിലാക്കി. നാട്ടിലുള്ള മുസ്ലിമീങ്ങൾ ഇങ്ങനെ ഓരോ ദിവസവും പലരെയും കാണാനില്ല. ഓരോരുത്തരും എണ്ണം കുറയുന്നു. പിന്നെ അവരെ കാണുന്നില്ല. എന്തോ രഹസ്യമായി എന്തോ സംഭവിക്കുന്നുണ്ട്. ഇവരെങ്ങോട്ടോ പോകുന്നുണ്ട്. അങ്ങനെ അവർ പോയാൽ അവർ ഒന്നിച്ചു സംഘടിച്ച് നമുക്കതിരെ ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നാൽ അത് ബുദ്ധിമുട്ടാകുമെന്ന് മനസ്സിലാക്കിയ ശത്രുക്കള് മനസ്സിലാക്കി ഇനി ഇവിടെ നിന്ന് ഒരാളെയും പുറത്തേക്ക് വിടുകയില്ല. ഇനി ശേഷിക്കുന്ന മുസ്ലിമീങ്ങളെ വളഞ്ഞ് അവരെ പുറത്തേക്ക് പോകാൻ പറ്റാത്ത രൂപത്തിലാക്കുകയും ഇവിടെ വെച്ച് നിരന്തരം പീഡനങ്ങളും അക്രമങ്ങളും അഴിച്ചുവിട്ട് അവരെ പിന്തിരിപ്പിക്കുകയും ചെയ്യുക എന്ന കുടിലമായ കുതന്ത്രങ്ങളുമായി അവര് തീരുമാനമെടുക്കുകയാണ്. ബഹുമാനപ്പെട്ട സുഹൈബ് റൂമി അന്നത്തെ വലിയ സമ്പന്നനാണ്. അദ്ദേഹത്തെ ഈ നാട്ടിൽ നിന്ന് അവർ പോയ സ്ഥലത്തേക്ക് പറഞ്ഞേക്കാൻ പാടില്ല എന്ന തീരുമാനം ശത്രുക്കൾ ഒരു സംഘം എടുക്കുന്നു. അദ്ദേഹത്തെ വീക്ഷിക്കാനും നിരീക്ഷിക്കാനും നിരന്തരം അദ്ദേഹത്തിന്റെ വീടിന് കാവൽ ഏർപ്പെടുത്താനും തീരുമാനിച്ചു. അദ്ദേഹത്തിനാണെങ്കിൽ ഹിജ്റ പോകണം. അദ്ദേഹം എങ്ങനെ പരിശ്രമിച്ചിട്ടും സാധിക്കുന്നില്ല. അങ്ങനെ ഒരു രാത്രിയിൽ അദ്ദേഹം ഹിജ്റ പോകാൻ വേണ്ടി ഒരുങ്ങി തയ്യാറായി പുറത്തിറങ്ങുമ്പോൾ ചുറ്റുവട്ടങ്ങളിലും കാവൽ നിൽക്കുന്ന കാവൽക്കാരെയാണ് കാണുന്നത്. ഇദ്ദേഹം പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി അദ്ദേഹം ബാത്റൂമിലേക്ക് പോകുന്നു. ശത്രുക്കളെ കണ്ട് തിരിച്ചു വരുന്നു. വീണ്ടും പുറത്തിറങ്ങുക. ശത്രുക്കളെ കണ്ട് ബാത്റൂമിലേക്ക് പോകുന്നു. അങ്ങനെ ഒരുപാട് വട്ടം അദ്ദേഹം ബാത്റൂമിലേക്ക് പോയി തിരിച്ചു വരുന്നത് കണ്ടപ്പോൾ ശത്രുക്കൾ മനസ്സിലാക്കി അദ്ദേഹത്തിന് വയറിനെന്തോ പ്രോബ്ലം ഉണ്ട്, എന്തോ അസുഖം പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് അദ്ദേഹത്തിന് പോകാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കി കാവൽക്കാരായ ശത്രുക്കൾ അവിടെ രാത്രിയിൽ മയങ്ങുകയാണ്. മയങ്ങി എന്ന് മനസ്സിലാക്കിയപ്പോൾ അതിന് ഇടയിലൂടെ അദ്ദേഹം മെല്ലെ രക്ഷപ്പെടുകയാണ്. ആ രക്ഷപ്പെട്ട് കുറച്ചു കഴിഞ്ഞപ്പോൾ ശത്രുക്കൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ അദ്ദേഹത്തെ കാണാനില്ല. സുഹൈബ് റൂമി രക്ഷപ്പെട്ടിട്ടുണ്ട്. ആ രക്ഷപ്പെട്ടപ്പോൾ അവർ നിരന്തരം മെസ്സേജ് കൊടുക്കുകയും എല്ലാവരും കൂടി അദ്ദേഹത്തെ തെരഞ്ഞു പിടിച്ചു അന്വേഷിച്ചു. അവസാനം അദ്ദേഹത്തെ കണ്ടെത്തി പിടികൂടിയപ്പോ ബഹുമാനപ്പെട്ട സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ മഅശറ ഖുറൈശ്
ഓ ഖുറൈശികളെ, ഇന്നി മിൻ അർമന്നാസ്, എന്നെ നിങ്ങൾക്കറിയോ ഏറ്റവും വലിയ അമ്പെയ്ത്തുകാരനാണ് ഞാൻ. വ അഹ്കമിഹിം ഹിസാബ, എന്റെ അമ്പെയ്ത്തിന്റെ ശക്തി നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് ഒരു യുദ്ധത്തിനോ സംഘടനത്തിനോ നിൽക്കണ്ട, നിങ്ങൾ എന്നെ വിട്ടേക്കൂ. ശത്രുക്കൾ പറഞ്ഞു, വിടുന്ന പ്രശ്നമില്ല. നീ മക്കയിലേക്ക് വന്നത് വെറും കൈയോടെ വന്ന മനുഷ്യനാണ്, ഒരു സമ്പത്തും കൊണ്ടുവന്ന ആളല്ല. ഇപ്പോൾ നീ ഈ മക്കയിൽ നിന്ന് സമ്പത്തുണ്ടാക്കി കോടീശ്വരനായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് നിന്റെ ഈ സമ്പത്തുമായി രക്ഷപ്പെടാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല. ആ സമയത്ത് ബഹുമാനപ്പെട്ട സുഹൈബ് റൂമി പറയാണ്, അവരോട് പറഞ്ഞു, ഞാൻ എന്റെ സമ്പത്ത് മുഴുവനും നിങ്ങൾക്ക് തന്നാൽ എന്റെ തടിയ ശരീരത്തെ മാത്രം നിങ്ങൾ വിട്ടയക്കുമോ? അപ്പോൾ അവര് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ വിട്ടയക്കാം. അങ്ങനെ അദ്ദേഹത്തെ വെറും കൈയോടുകൂടെ എല്ലാ സമ്പത്തും ഇന്ന സ്ഥലത്തുണ്ട്, നിങ്ങൾ പോയി എടുത്തോളൂ എന്ന് പറഞ്ഞ് സമ്മതം കൊടുത്ത് കുറച്ചാളുകൾ പോയി നോക്കിയ സമ്പത്ത് അവർക്ക് കയ്യിൽ കിട്ടിയ ശേഷം ബഹുമാനപ്പെട്ട സുഹൈബ് റൂമിയെ വിടുകയാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് യാത്ര ചെയ്യുകയാണ്. അങ്ങനെ യാത്ര ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അടുക്കലേക്ക് എത്തിയപ്പോൾ തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, റബിഹൽ ബൈഉ യാ അബാ യഹ്യ, ഓ സുഹൈബേ, നീ വലിയൊരു കച്ചവടം, വലിയ ലാഭമുള്ള ഒരു കച്ചവടം ചെയ്തിട്ടാണല്ലോ വരുന്നത്. ഏതാണ് കച്ചവടം? ദുനിയാവ് മൊത്തം നീ കൊടുത്തു ആഖിറം കിട്ടാൻ വേണ്ടി. നിന്റെ ദുനിയാവിലെ കോടിക്കണക്കിന് ആസ്തികൾ കൊടുത്ത് ആഖിറത്തിന് വേണ്ടി ഹിജ്റ നീ വന്നതാണല്ലോ. അതുകൊണ്ട് നീ ചെയ്ത കച്ചവടം വലിയ കച്ചവടം തന്നെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവചിച്ചുകൊണ്ട് പറയുകയാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുയായികളെ മക്കയിൽ ജീവിക്കാൻ ഒരു നിലക്കും സമ്മതിക്കാതെ ആ മുസ്ലിമീങ്ങൾ ഉള്ളത് മുഴുവനും ഇട്ടേച്ചുകൊണ്ട് നാട് വിട്ട് സമ്പത്ത് സന്താനങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നാട് വിട്ടു പോകുകയാണ്. നാട് വിട്ടു പോയ മുസ്ലിമീങ്ങളെ സമ്പത്ത് മുഴുവനും ശത്രുക്കൾ കൊള്ളയടിച്ചു, എല്ലാം കൊള്ളയടിച്ചു. അവർ ആട്ടിൻപറ്റങ്ങളെ, അവരുടെ ഒട്ടകക്കൂട്ടങ്ങളെ, അവരുടെ സമ്പത്തുകള്, പറമ്പുകൾ, വീട്, ഇത് മുഴുവൻ കയ്യേറുകയും കൊള്ളയടിക്കുകയും ചെയ്തു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ശത്രുക്കൾ ഒരു തീരുമാനമെടുത്തു. മുഹമ്മദ് നബിയും സംഘവും എത്തിയിരിക്കുന്നത് മദീനയിലാണ്. അവരെ അവിടെയും ജീവിക്കാൻ സമ്മതിക്കരുത്, അവിടെയും നമുക്ക് ചെന്ന് അറ്റാക്ക് ചെയ്ത് അവരെ കൊലപ്പെടുത്തുകയല്ലാതെ അവരെ സ്വസ്ഥമായി ജീവിക്കാൻ വിടുകയില്ല എന്ന തീരുമാനത്തിലേക്ക് ശത്രുക്കൾ അഹങ്കാരത്തിന്റെ തീരുമാനത്തിൽ എത്തിക്കുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് എത്തുന്നതിന്റെ തൊട്ട് മുമ്പ് തന്നെ അവിടെ രാജാവായി വാഴാൻ കാത്തിരിക്കുന്ന, കോട്ടുമായി കാത്തിരിക്കുന്ന, പ്രതീക്ഷിച്ചിരിക്കുന്ന അബ്ദുല്ലാഹി ബിൻ ഉബയ്യ് എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം മനസ്സിലാക്കി, ഞാനായിരുന്നു ഇനി ഇവിടെ രാജാവായി വരേണ്ടത്. മുഹമ്മദ് നബി തങ്ങളെ പ്രവേശനത്തോടുകൂടെ, മദീന പ്രവേശനത്തോടുകൂടെ എന്റെ രാജസ്ഥാനം നഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കി ഇദ്ദേഹം മക്കക്കാരുമായി ലിങ്കാക്കുകയാണ്. ഇദ്ദേഹം കപടവിശ്വാസിയായി, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശത്രുവായി മാറുകയും മക്കക്കാർക്ക് എല്ലാ കാര്യങ്ങളും രഹസ്യമായി ചോർത്തി കൊടുക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ അദ്ദേഹം മുഖേന മക്കയിലെ മുസ്ലിമീങ്ങളെ എല്ലാ വിഷയങ്ങളും, മക്കയിൽ നിന്ന് വന്ന മുസ്ലിമീങ്ങൾ എല്ലാ രഹസ്യങ്ങളും ചോർത്തി കൊടുത്ത് ഖുറൈശികൾക്ക് എല്ലാവിധ ഹെൽപ്പുകളും ചെയ്യുകയാണ്. അങ്ങനെ മക്കയിലെ ശത്രുക്കൾ ഒരു തീരുമാനമെടുത്തു, മുസ്ലിമീങ്ങളെ സമ്പത്ത് മുഴുവൻ നമുക്ക് ഒരുമിച്ച് കൂട്ടിയിട്ട് കൊള്ളയടിച്ചിട്ട് ആ കൊള്ളയടിച്ച സമ്പത്തുമായി നമുക്ക് ഷാമിലേക്ക് പോയി കച്ചവടം ചെയ്ത് ലാഭങ്ങൾ ഉണ്ടാക്കി, ആ ലാഭങ്ങളെ കൊണ്ട് ആയുധങ്ങൾ വാങ്ങിക്കൂട്ടി ആ ആയുധം കൊണ്ട് നമുക്ക് മദീനയെ ആക്രമിക്കാം. ഈ തീരുമാനം മക്ക ഖുറൈശികൾ എടുക്കുകയാണ്. അപ്പൊ എന്ത് സംഭവിക്കും? മുസ്ലിമീങ്ങളെ സമ്പത്ത് കൊണ്ട് തന്നെ ആയുധങ്ങൾ വാങ്ങി ആ ആയുധങ്ങൾ കൊണ്ട് തന്നെ മുസ്ലിമീങ്ങളെ തകർക്കാം, കൈ നനയാതെ മീൻ പിടിക്കാമെന്ന് മനസ്സിലാക്കുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും കുടുംബത്തിന്റെയും അനുയായികളുടെയും സമ്പത്ത് മുഴുവനും കൊള്ളയടിച്ച് അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ആ സമ്പാദ്യവുമായിട്ട് കച്ചവടത്തിന് വേണ്ടിയും അതിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങാൻ വേണ്ടിയും ഷാമിലേക്ക് പുറപ്പെടുകയാണ്. എത്രത്തോളം വലിയ സംഘമാണ്, 40 പേരടങ്ങുന്ന, അതുപോലെ 50,000 ദീനാർ വിലമതിക്കുന്ന സമ്പാദ്യവുമായിട്ടാണ് അവർ കച്ചവടത്തിന് ഷാമിലേക്ക് പോകുന്നത്.
അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ യാത്രയെ കുറിച്ച് അറിഞ്ഞു. നമ്മുടെ സമ്പത്തുമായി കൊള്ളയടിച്ചുകൊണ്ട് ശത്രുക്കൾ മദീന വഴിയിലൂടെ ഷാമിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ അവരെ വിട്ടാൽ ആ സമ്പത്ത് കൊണ്ട് ആയുധങ്ങൾ വാങ്ങി നമ്മളെ തന്നെ ആക്രമിക്കാൻ വേണ്ടിയാണ് ഉദ്ദേശം. അതുകൊണ്ട് നമ്മുടെ സമ്പത്ത് നമുക്കൊന്ന് അവരോട് ചോദിച്ചു നോക്കാം. നമ്മുടെ സമ്പത്താണല്ലോ, അർഹമായ അവകാശമാണല്ലോ. ആ അവകാശം, സമ്പത്ത് അവനവന്റെ സമ്പത്തായതുകൊണ്ട് അത് ചോദിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സ്വഹാബാക്കളെ കൂട്ടി അവർ പോകുന്ന വഴിയിലേക്ക് പുറപ്പെടുകയാണ്. അങ്ങനെ പുറപ്പെടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ നിന്നും ഇവർ പോകുന്ന വഴിയിലൂടെ ആ അതിർത്തിയിൽ കാത്തു നിൽക്കുന്ന വിവരം, അങ്ങോട്ട് പുറപ്പെട്ട വിവരം രഹസ്യ ചാരന്മാർ മുഖേന, ഞാൻ പറഞ്ഞതുപോലെ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ എല്ലാം അവിടെ ചാരന്മാരായിട്ടുണ്ട്. അവർ മുഖേന ഈ മക്കയിലെ ശത്രുക്കളുടെ നേതാവായ അബൂ സുഫിയാൻ വിവരം ലഭിച്ചു. എന്താണ് വിവരം? നിങ്ങളെ തടയാൻ വേണ്ടി മുഹമ്മദ് നബിയും കൂട്ടരും പുറപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറപ്പെട്ട വിവരം കിട്ടിയപ്പോൾ അബൂ സുഫിയാൻ ഒരു കുതന്ത്രം പയറ്റുകയാണ്. ഇനി നമുക്ക് രക്ഷയില്ല, നമ്മുടെ സമ്പത്ത് മുഴുവനും അവർ പിടിച്ചെടുത്താൽ ഒരിക്കലും നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കുകയില്ല എന്ന് മനസ്സിലാക്കി അബൂ സുഫിയാൻ കൂട്ടത്തിലുള്ള ഒരു അബൂ ലംലമുൽ ഗിഫാരി എന്ന് പറയുന്ന മനുഷ്യനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നീ പെട്ടെന്ന് മക്കയിലേക്ക് പുറപ്പെടണം. ആ മക്കയിൽ നിന്ന് നമ്മളെ യുവ സമൂഹത്തെ മുഴുവനും ഇങ്ങോട്ട് ഇളക്കി പറഞ്ഞയച്ച് അവരെ തോൽപ്പിക്കുന്ന വലിയൊരു സംഘത്തെ ഇങ്ങോട്ട് എത്തിക്കാതെ ഇനി നമുക്ക് രക്ഷയില്ല. മുഹമ്മദ് നബിയും അനുയായികളും എത്രയാണോ അംഗങ്ങളുള്ളത് അതിന്റെ എത്രയോ മടങ്ങ് ആളുകൾ നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന് ഇവരെ തോൽപ്പിച്ച് സമ്പത്ത് സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ പ്ലാൻ നഷ്ടപ്പെടും, അത് പരാജയപ്പെടും എന്ന് മനസ്സിലാക്കി അബൂ ലംലമുൽ ഗിഫാരിയെ വിളിച്ചിട്ട് പറഞ്ഞു, നീ പെട്ടെന്ന് മക്കയിലേക്ക് പുറപ്പെടണം. മക്കയുടെ ബോർഡറിലെത്തുമ്പോൾ ആ മക്കക്കാർക്ക് മുഴുവനും വൈകാരികതയുണ്ടാവാൻ വേണ്ടി, ഇല്ലാത്തൊരു കെട്ടുകഥ സമയാൻ വേണ്ടി ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് ഐഡിയ? നീ നിന്റെ ഒട്ടകക്കട്ടിലൊക്കെ തെറ്റിച്ച് ഒട്ടകത്തിന്റെ മൂക്കൊന്ന് ചെത്തിയിട്ട് നിന്റെ വസ്ത്രത്തിന്റെ മുന്നും പിന്നും കീറിപ്പറിച്ച് ഒട്ടകത്തിന്റെ മൂക്ക് ചെത്തുമ്പോൾ അതിന്റെ രക്തം മുഴുവനും ശരീരത്തിൽ പുരട്ടി, വസ്ത്രത്തിൽ പുരട്ടി, ഒരു വൈകാരിക തലത്തിൽ ഒരു അക്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടവനെ പോലെ മക്കയിലേക്ക് പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുക. അങ്ങനെ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട് നീ ഉറക്കെ വിളിച്ചു പറയണം, നമ്മുടെ സമ്പത്തും സൈന്യങ്ങളെയും നമ്മുടെ ആളുകളെയും മദീനയിൽ നിന്ന് മുഹമ്മദും കൂട്ടരും ആക്രമിച്ചിരിക്കുന്നു, ഞാൻ ഓടി രക്ഷപ്പെട്ടതാണ്, നിങ്ങൾ വേഗം അങ്ങോട്ട് ചെല്ലണം എന്ന് വിളിച്ചു പറയുമ്പോൾ നമ്മുടെ ആളുകൾക്ക് ഒരു വൈകാരികമായ ഒരു വിദ്വേഷത്തിന്റെ, വെറുപ്പിന്റെ ഒരു വൈകാരികതയുണ്ടാകും. അങ്ങനെ ആളുകൾ കൂടുതൽ സംഘടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് അവിടുന്ന് അബൂ ലംലമുൽ ഗിഫാരിയോട് അദ്ദേഹത്തിന് ഒരു പാരിതോഷികം സമ്മാനം കൊടുത്തുകൊണ്ട് പറഞ്ഞേക്കുകയാണ്. 3 ദിവസമാണ് അദ്ദേഹത്തിന് മക്കയിലേക്ക് എത്താൻ. അങ്ങനെ മക്കയിലേക്ക് അദ്ദേഹം പുറപ്പെടുമ്പോൾ മക്കയിൽ മറ്റൊരു സംഭവം നടക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമ്മായിയായി മാറുന്ന ആതിഖ ബീവി എന്ന് പറയുന്ന സഹോദരി, ആ സഹോദരി രാത്രിയിൽ കടന്നുറങ്ങുന്ന സമയത്ത് ഒരു സ്വപ്നം കാണുകയാണ്. എന്താണ് സ്വപ്നം? ഒരാള് മക്കയിൽ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നു. മക്കയിൽ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടിട്ട് അദ്ദേഹം വിളിച്ചു പറയാൻ, ഓ മക്ക നിവാസികളെ, കരാറ് പാലിക്കാത്തവരെ, നിങ്ങൾ എല്ലാവരും മരിച്ചു വീഴുന്ന സ്ഥലങ്ങളിലേക്ക് വേഗം പുറപ്പെടണം. ഇതാണ് വിളിച്ചു പറയുന്നത്. ഉറക്കത്തിൽ കാണുകയാണ്. അങ്ങനെ ആ മനുഷ്യന്റെ ചുറ്റുവട്ടങ്ങളിലും മക്ക നിവാസികളായ ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ച് കൂടുകയും അദ്ദേഹം മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ചു. അവിടെ നിന്നും വിളിച്ചു പറഞ്ഞു. കഅബയുടെ മുകളിൽ കയറി അവിടെ നിന്നും വിളിച്ചു പറഞ്ഞു. അവസാനം അബൂ ഖുബൈസ് പർവ്വതത്തിന്റെ മുകളിൽ കയറി അവിടെ നിന്നും വിളിച്ചു പറയുകയാണ്, മരിച്ചു വീഴുന്ന സ്ഥലത്തേക്ക് മക്കക്കാരെ പുറപ്പെടൂ. അങ്ങനെ അബൂ ഖുബൈസ് പർവ്വതത്തിന്റെ മുകളിൽ നിന്നും ഒരു വലിയ കല്ലെടുത്ത് താഴേക്ക് ഉരുട്ടിയിടുകയും താഴെ എത്തുമ്പോഴേക്കും ആ കല്ല് പൊട്ടിച്ചിതറി കഷ്ണങ്ങളായി മക്കയിലെ ഓരോ വീടുകളിലും ആ ഓരോ കഷ്ണങ്ങൾ എത്തുകയും ചെയ്യുന്ന രംഗം ആതിഖ ബീവി സ്വപ്നത്തിൽ കാണുകയാണ്.
ഈ സ്വപ്നത്തിൽ നിന്ന് നെട്ടിയുണർന്നു. കാരണം മക്കയിൽ പല കാര്യങ്ങളും നടന്നതാണല്ലോ. എന്താണ് ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം, എന്തായിരിക്കുമെന്ന് ആശങ്കയോടുകൂടെ അത്തിഖ ബീവി പിന്നെ ഉറക്കം വരുന്നില്ല. നേരം വെളുത്തപ്പോ തന്റെ സഹോദരനായ അബ്ബാസിനെ വിളിച്ചു വരുത്തിട്ട് പറഞ്ഞു, അബ്ബാസ്, ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങുമ്പോൾ ഒരു വല്ലാത്ത ഭീതിതമായ സ്വപ്നം കണ്ടിട്ടുണ്ട്. മക്കക്കാർ മുഴുവനും നശിച്ചു പോകുന്ന പ്രദേശങ്ങളിലേക്ക് പുറപ്പെടാൻ വേണ്ടിയുള്ള ആഹ്വാനം. ഒരാൾ വന്ന് പല സ്ഥലങ്ങളിലും കഅബയുടെ മുകളിൽ നിന്നും മസ്ജിദുൽ ഹറാമിൽ നിന്നും അതുപോലെ പർവ്വതത്തിന്റെ മുകളിൽ നിന്നും വിളിച്ചു പറയുന്ന രംഗമാണ് കണ്ടത്. വല്ല പൊരുളും ഉണ്ടാകുമോ, പേടിയാകുന്നുണ്ട്, നീ ആരോടും പറയാൻ പാടില്ലേ സ്വപ്നം. കാരണം പറഞ്ഞാല് നമ്മുടെ കുടുംബത്തിൽ നിന്നാണല്ലോ, പ്രവാചകനാണ് എന്ന് പറഞ്ഞ് നബിതങ്ങൾ മുഹമ്മദ് നബി വന്നത്. അതിന്റെ നാണക്കേട് തന്നെ നമ്മുടെ കുടുംബത്തിനുണ്ട്. ഇനി ഇതുകൂടി പുറത്തേക്ക് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തെ നാറ്റിക്കും ശത്രുക്കള് ഖുറൈശികൾ എന്ന് പറഞ്ഞുകൊണ്ട് സഹോദരനായ അബ്ബാസിനോട് വിവരം കൊടുക്കുകയാണ്. അബ്ബാസ് പറഞ്ഞു, ഞാൻ ആരോടും പറയില്ല എന്ന് ഏറ്റുകൊണ്ട് അവിടുന്ന് പോയി. പക്ഷേ അബ്ബാസ് അവിടുന്ന് പുറപ്പെട്ട് വഴിയിൽ നിന്ന് സ്വന്തം കൂട്ടുകാരനായ വലീദിനെ കണ്ടപ്പോ, വലീദേ, പുതിയൊരു സംഭവമുണ്ട്, എന്റെ പെങ്ങൾ ഇങ്ങനെ സ്വപ്നം കണ്ട്, നീ ആരോടും പറയാൻ പാടില്ല, ഇങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. വലീദ് അവിടുന്ന് മുന്നോട്ട് പോയി പിതാവാകുന്ന ഉത്ബയെ കണ്ടപ്പോ, പാപ്പാ, ഇങ്ങനെ ഒരു സംഭവം പുതിയതായിട്ട് ഉണ്ടായിട്ടുണ്ട്, ആത്തിഖ് ഒരു സ്വപ്നം കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ ആ സ്വപ്നത്തെ കുറിച്ച് ആരോടും പറയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആ സ്വപ്നം പിതാവിനോട് പറഞ്ഞു. പക്ഷേ ഉത്ബ തന്റെ ഉറ്റ കൂട്ടുകാരനായ അബൂജഹലിനോടും പറഞ്ഞു. എല്ലാ ആ മക്കയിലെ പരസ്പരം ആരോടും പറയാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരസ്പരം പറഞ്ഞു മക്കയിൽ മുഴുവൻ ആ സ്വപ്നത്തിന്റെ കഥകൾ പരക്കുകയാണ്. അങ്ങനെ അടുത്ത ദിവസം അബ്ബാസ് പിന്നീട് ഇസ്ലാമിലേക്ക് വന്നു. റളിയല്ലാഹു അൻഹു അദ്ദേഹം കഅബയുടെ ചാരത്തേക്ക് പോകുമ്പോ അബൂജഹലും കൂട്ടരും അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷയമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് അബ്ബാസിനെ കാണുന്നത്. അബ്ബാസിനെ വിളിച്ചിട്ട് പറഞ്ഞു, അബ്ബാസ് ഇങ്ങോട്ട് വാ. എന്നിട്ട് പറഞ്ഞു, നിന്റെ കുടുംബത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? നിന്റെ കുടുംബത്തിൽ ഒരാണ് നബിയാണെന്ന് പറഞ്ഞു വന്നു മുഹമ്മദ്, അത് വിലപ്പോയില്ല. ഇപ്പൊ ഒരു നബിച്ചിയായി ഇറങ്ങാൻ വേണ്ടി ആദ്യം ഇറങ്ങുന്നുണ്ടോ? പുതിയൊരു സ്വപ്നത്തിന്റെ കഥകളൊക്കെ പറയുന്നുണ്ടല്ലോ, മക്കക്കാർ നശിച്ചു പോകുന്ന ഭൂമിയിലേക്ക് ചെല്ലാൻ. എന്താ നിന്റെ കുടുംബത്തിന് സംഭവിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വലിയ ആക്ഷേപങ്ങൾ അവിടുന്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് നടത്തുകയാണ്. അബ്ബാസ് അവിടുന്ന് ഒന്നും മിണ്ടാനില്ല. അബൂജഹലും സംഘവുമാണ് പറയുന്നത്. തല താഴ്ത്തി കേട്ട് അവിടുന്ന് സങ്കടത്തോടുകൂടെ വീട്ടിലേക്ക് മടങ്ങുകയാണ്. വീട്ടിലെത്തിയപ്പോ വീട്ടുകാരോട്, കുടുംബക്കാരായ സ്ത്രീകളോടൊക്കെ ഈ രംഗം അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തപ്പോൾ സ്ത്രീകൾ വിട്ടില്ല. നിങ്ങൾ എന്ത് മനുഷ്യനാണ്, നമ്മുടെ കുടുംബത്തെ ഒന്നടങ്കം ആക്ഷേപിച്ചപ്പോ ഈ കുടുംബത്തിലെ സ്ത്രീകളെ ആക്ഷേപിച്ചിട്ട് അത് കേട്ട് തിരിച്ചു വരാണോ? നിങ്ങളൊരു പുരുഷനല്ലേ, ഒരു മറുപടിയും കൊടുക്കാതെ അത് കേട്ട് വരാണോ എന്ന് ചോദിച്ചുകൊണ്ട് അവിടുന്ന് അബ്ബാസിനോട്, ആങ്ങളയോട്, ആ കുടുംബത്തിലെ പെങ്ങന്മാരും സ്ത്രീകളും മുഴുവനും അവിടുന്ന് ശക്തമായി ശകാരിക്കുകയാണ്. അപ്പോ അബ്ബാസ് അവിടുന്ന് വിവരം കൊടുത്തു, നാളെ ഞാൻ കഅബയുടെ അടുക്കിലേക്ക് പോകുമ്പോൾ ഈ ആക്ഷേപം തുടർന്നാൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു, ഞാൻ അബൂജഹലിനെ കൊന്നിട്ട് തിരിച്ചു വരികയുള്ളൂ. ഒരു കുടുംബത്തിലെ ഒരു വൈകാരികത ഉണ്ടായി. അദ്ദേഹം തീരുമാനമെടുക്കുകയാണ്, നമ്മുടെ കുടുംബത്തെ ഇങ്ങനെ ആക്ഷേപിക്കാൻ പാടില്ലല്ലോ, അദ്ദേഹത്തെ കൊല്ലുമെന്ന് തീരുമാനിച്ച് അടുത്ത ദിവസം അബ്ബാസ് ഒരു കത്തി അരയിൽ ചീരി അദ്ദേഹം കഅബയുടെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. കഅബയുടെ അടുക്കിലേക്ക് ചെന്നപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണ്? തലേ ദിവസം പോലെ തന്നെ അബൂജഹലും കൂട്ടരും അവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അബ്ബാസിനെ വിളിച്ചു ചോദിച്ചു, എന്തായി നിന്റെ ആത്തിഖയുടെ അവസ്ഥ? സ്വപ്നത്തിന്റെ കഥകളൊക്കെ തെളിഞ്ഞോ എന്ന് വീണ്ടും പരിഹസിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഇന്നലെ എടുത്ത തീരുമാനപ്രകാരം അബ്ബാസ് അരയിൽ നിന്ന് കഠാരം ഊരി കത്തിയൂരി ഒരൊറ്റ ചാട്ടമാണ് അബൂജഹലിന്റെ മുമ്പിലേക്ക്. അബൂജഹലിന് കാര്യം പിടികിട്ടി, ഇത് സാധാരണ പോലെയുള്ളതല്ല, അബ്ബാസിന് എന്തോ തീരുമാനമെടുത്ത് വന്നതാണ്. അബൂജഹൽ ഒരൊറ്റ ഓട്ടമാണ്. അബൂജഹൽ ഓടുകയാണ്, കാരണം രക്ഷയില്ല. അവിടുന്ന് പിന്നാലെ അബ്ബാസ് ഓടുന്നു. പിന്നാലെ ഓടി അബൂജഹലിനെ ഓടിച്ചിട്ട് വളഞ്ഞു പിടിക്കാൻ വേണ്ടി പിറകെ
ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് 3 ദിവസം മുമ്പ് പുറപ്പെട്ട അബൂ ലംലമുൽ ഗിഫാരി പെട്ടെന്ന് മക്കയുടെ കവാടത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് ഉറക്കെ നിലവിളിച്ച് പറയുന്നത്, ഒട്ടകത്തിന്റെ മൂക്കെല്ലാം മുറിക്കപ്പെട്ട രൂപത്തിൽ, രക്തമൊലിക്കുന്ന രൂപത്തിൽ, തന്റെ ഡ്രസ്സുകളെല്ലാം കീറി പറഞ്ഞ് ശരീരം മുഴുവനും രക്തം പുരണ്ട് അവിടുന്ന് വിളിച്ചു പറയുന്നത്, മക്കക്കാരെ നിങ്ങൾ എവിടെയാണ്? ഓടി വരൂ, നമ്മുടെ സംഘത്തെ മുഹമ്മദും കൂട്ടരും ആക്രമിച്ചിട്ടുണ്ട്, ഓടി അവരെ രക്ഷപ്പെടുത്തണമെന്ന ഒരു കരഞ്ഞുകൊണ്ടുള്ള നിലവിളി കേൾക്കുന്നത്. ഈ നിലവിളിയാണ് ഈ അബൂജഹലും ഈ ഓടിക്കുന്ന അബ്ബാസും അവിടെയുള്ള സംഘാംഗങ്ങളും കൂട്ടുകാരും എല്ലാവരും ഈ രംഗം കണ്ടപ്പോ സ്തബ്ധരായി നിന്നുപോയി. നമ്മളെല്ലാവരും കൂടി പറഞ്ഞയച്ച സംഘത്തെ മുഹമ്മദും കൂട്ടരും ആക്രമിക്കുകയോ? അതിന് മാത്രം അവരായോ? അവർക്കൊരു വൈകാരികമായ തലത്തിലേക്ക് പോയി. ഞാൻ എന്തിനാണ് ഓടിയതെന്ന് അബൂജഹലിന് ഓർമ്മയില്ല, ഞാൻ എന്തിനാണ് അബൂജഹലിനെ ഓടിച്ചതെന്ന് അബ്ബാസിന് ഓർമ്മയില്ലാത്ത രൂപത്തിൽ ഈ രംഗം കണ്ടപ്പോൾ എല്ലാവരും സ്തബ്ധരായി നിന്നു പോകുകയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഒരു സംഘത്തെ, സൈന്യത്തെ ക്രിയേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ അബൂജഹലിന്റെ നേതൃത്വത്തിൽ വലിയ ഒരു യുവ സമൂഹത്തെ അവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യുകയും പെട്ടെന്ന് തന്നെ അവരുടെ അടുക്കലേക്ക് പുറപ്പെടാൻ വേണ്ടി തീരുമാനിച്ചു. ഓരോരുത്തരും പറഞ്ഞു, ഞങ്ങളുടെ സമ്പത്തിത വേണ്ടതെടുത്തോളൂ എന്ന് പറഞ്ഞ് ഓരോരുത്തരും ഓഫർ ചെയ്യുകയാണ്. മുതലാളിയായ സുഹൈൽ ഇബ്നു അംർ പറയാൻ, നമ്മുടെ ആ സൈന്യത്തെ, സംഘത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി എത്ര സമ്പത്ത് വേണമെങ്കിലും ഞാൻ ചെലവഴിക്കാം, പെട്ടെന്ന് ആളുകളെ വിടണമെന്ന് പറഞ്ഞ് ഓഫർ ചെയ്യുകയാണ്. അങ്ങനെ 600 പടയങ്കികളും 100 കുതിരകളും 700 ഒട്ടകങ്ങളും 1000 യുവാക്കളുമായിട്ട് വലിയൊരു സംഘവുമായി പെട്ടെന്ന് തന്നെ മക്കയിൽ നിന്ന് അവര് അബൂ സുഫിയാൻ ഉള്ള സ്ഥലത്തേക്ക് പുറപ്പെടുകയാണ്. അങ്ങനെ അബൂ സുഫിയാൻ അവിടുന്ന് ഉള്ള സ്ഥലത്തേക്ക് ഇവർ പുറപ്പെടുന്ന സമയത്ത് അബൂ സുഫിയാൻ അവിടെ ഒരു തടാകമുണ്ട്. ആ തടാകത്തിന്റെ അടുത്ത് നിന്ന് 2 സ്ത്രീകൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന രംഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞയച്ച 2 ദൂതന്മാരായ ആളുകൾ കേൾക്കുന്നത്. എന്താണ് അവരെ സംസാരം? ഒരു സ്ത്രീ പറയാണ്, എന്നോട് കടം വാങ്ങിയ കാശ് എവിടെ? സമയം കഴിഞ്ഞല്ലോ, എന്താണ് തരാത്തത്? മറ്റേ സ്ത്രീ പറഞ്ഞു, നിന്റെ കാശ് അടുത്ത ദിവസം ഇതിലൂടെ മക്കയിൽ നിന്നുള്ള ഒരു സംഘം പോകുന്നുണ്ട്, യാത്രാ സംഘം. അവർ വന്നാൽ അവർക്ക് ഹിദ്മത്തെടുത്ത് അവർക്ക് വേണ്ട ഒത്താശകളും ജോലിയും ചെയ്തു കൊടുത്ത് ആ കാശ് ഞാൻ നിങ്ങൾക്ക് തരാമെന്ന സംസാരം ഈ ദൂതന്മാർ കേൾക്കുകയാണ്. ഈ ദൂതന്മാർ കേട്ടപ്പോ മനസ്സിലാക്കി, ഇതിലൂടെയാണ് അബൂ സുഫിയാനും കൂട്ടരും വരുന്നത് എന്ന് മനസ്സിലാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സംഘവും അതിന്റെ പരിസരത്താണ് തമ്പടിച്ചിരിക്കുന്നത്. അബൂ സുഫിയാൻ വന്നപ്പോൾ ഈ സ്ത്രീകളെ കണ്ടപ്പോൾ ചോദിച്ചു, ഈ പരിസരത്ത് നിങ്ങൾ മറ്റാരെങ്കിലും കണ്ടിരുന്നോ? അന്നത്തെ നിരീക്ഷണങ്ങളൊക്കെ അങ്ങനെയാണ്. ഇന്നത്തെ പോലെ റഡാർ സംവിധാനങ്ങളൊന്നും അന്നില്ല. ദൂതന്മാർ മുഖേനയും അതുപോലെ ചാരന്മാർ മുഖേനയൊക്കെയാണ് വിവരങ്ങൾ കൈമാറുക. അങ്ങനെ അവിടുന്ന് ചോദിച്ചു, ഈ പരിസരത്ത് ആരെങ്കിലും കണ്ടിരുന്നോ? ആ സ്ത്രീകൾ പറഞ്ഞു, 2 ആളുകളെ കണ്ടിരുന്നു. അപ്പൊ അബൂ സുഫിയാൻ വളരെ ഹിക്മത്തിന്റെ ബുദ്ധിയുടെ കേന്ദ്രമാണ്. അദ്ദേഹം ആ പരിസരം മുഴുവൻ നിരീക്ഷിച്ചപ്പോൾ ഒട്ടകത്തിന്റെ കാഷ്ടം കാണുകയാണ്. ആ കാഷ്ടം കണ്ട് അതിന്റെ രൂപങ്ങൾ കണ്ട് മനസ്സിലാക്കി, ഇത് മദീനയിൽ നിന്ന് വന്ന ഒട്ടകത്തിന്റെ കാഷ്ടമാണ്. അതുകൊണ്ട് മദീനക്കാര് നമ്മുടെ യാത്രയെ കുറിച്ച് വിവരം അറിഞ്ഞിട്ടുണ്ടെന്ന് അബൂ സുഫിയാൻ മനസ്സിലാക്കിക്കൊണ്ടാണ് അങ്ങോട്ട് അബൂജഹലിന്റെ അടുക്കിലേക്ക് ആള് വിട്ടത്. പെട്ടെന്ന് അബൂ സുഫിയാൻ വഴി മാറ്റി. അബൂ ലംലമിനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും വഴി കടൽ തീരത്തുകൂടെ മറ്റൊരു പ്രദേശത്തുകൂടെ വഴി മാറ്റി സഞ്ചരിപ്പിച്ചുകൊണ്ട് തന്റെ സംഘത്തെ രക്ഷപ്പെടുത്തുകയാണ്. രക്ഷപ്പെട്ടു എന്ന് കണ്ടപ്പോ അബൂ സുഫിയാൻ മറ്റൊരാളെ രണ്ടാമത് പറഞ്ഞു, ഇങ്ങോട്ട് ആരും വരണ്ട, ഞങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട്, ഒരു അപകടവും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞ് അങ്ങോട്ട് ആളെ രണ്ടാമത് വിട്ടെങ്കിലും മക്കയിൽ നിന്ന് വലിയ സൈന്യം പുറപ്പെട്ടു കഴിഞ്ഞു. അബൂജഹൽ പറഞ്ഞു, മുന്നോട്ട് വെച്ച കാല് പിന്നോട്ടില്ല, ഇനി മദീനയെ മുഴുവൻ ആക്രമിച്ചിട്ട് തിരിച്ചു വരികയുള്ളൂ, അല്ലെങ്കിൽ മദീനയുടെ മുമ്പിൽ അവരെ മുമ്പിൽ ചെന്ന് ഒട്ടകത്താറുത്ത് സാപ്പിട്ട് നമുക്ക് വേണ്ട മദ്യപിച്ചുകൊണ്ട് അവരെ മുമ്പിൽ നിന്ന് അവരെ ഒന്നുമല്ലാതാക്കിയിട്ട് എളിഭ്യനാക്കിയിട്ട് ഗർവോടുകൂടെ അഹങ്കാരത്തോടുകൂടെയാണ് നമ്മൾ തിരിച്ചു വരിക എന്ന് അവിടുന്ന് അബൂജഹൽ പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ട് പുറപ്പെട്ട സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൂട്ടര് അബൂ സുഫിയാന്റെ ചെറിയ സംഘത്തെ കാത്തു നിൽക്കുന്ന മുമ്പിലേക്ക് ഈ വലിയ സംഘമാണ് നബി തങ്ങൾ പിന്നെ കാണുന്നത്. ചെറിയ സംഘത്താണ് നബി തങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അബൂ സുഫിയാനും കൂട്ടരെയും. അബൂ സുഫിയാൻ രക്ഷപ്പെട്ട വിവരം നബി തങ്ങൾ മനസ്സിലായില്ല, അറിഞ്ഞിട്ടില്ല.
പക്ഷേ പിന്നീട് കാണുന്നത് അബൂജഹലിന്റെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് ആളുടെ സംഘത്തെയാണ് നബി തങ്ങൾ കണ്ടുമുട്ടുന്നത്. ഓടി രക്ഷപ്പെടാൻ മാർഗമില്ല, ഓടാൻ പാടുമില്ലല്ലോ. എന്ത് ചെയ്യും? സഹാബത്തുമായി കൂടിയാലോചിച്ചു. സഹാബാക്കൾ പറഞ്ഞു, നബിയെ, നിങ്ങൾ എന്താണോ കൽപ്പിക്കുന്നത് ഞങ്ങൾ ചെയ്യും. മൂസാ നബിയോട് അവിടുത്തെ സംഘം നിങ്ങൾ പോയി യുദ്ധം ചെയ്തോളൂ, ഞങ്ങൾ അവിടെ ഇരിക്കാമെന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ ഇരിക്കൂല. നിങ്ങൾ എന്ത് പറഞ്ഞാലും ജീവൻ നഷ്ടപ്പെട്ടാലും ശരി, ഞങ്ങൾ അതിനൊരുക്കമാണ് എന്ന് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമളാൻ 17 വെള്ളിയാഴ്ച രാവിലാണ് അവരവിടെ തമ്പടിക്കുന്നത്. ആ റമളാൻ 17 അന്ന് സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് യാ ഹയ്യു യാ ഖയ്യൂം എന്ന ദിക്റുകൾ ഉരുവിട്ടുകൊണ്ട് അവിടുന്ന് ആ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങേണ്ട, പ്രതിരോധിക്കേണ്ട സാഹചര്യം വന്നെത്തുകയാണ്. ആ സാഹചര്യത്തിൽ ശത്രുക്കൾ നേരം പുലർന്നപ്പോൾ 3 ആളുകൾ രംഗത്ത് വന്നുകൊണ്ട് നബി തങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ഉത്ബത്തും റബീഅയും ശൈബയും വലീദും, ഈ 3 ആളുകൾ രംഗത്തേക്ക് ഇറങ്ങിക്കൊണ്ട് വെല്ലുവിളിക്കുകയാണ്. എവിടെയാണ് മദീനക്കാർ? എവിടെയാണ് മുഹമ്മദിന്റെ അനുയായികൾ? അവരൊന്ന് കാണണം, അവരെ കാണാൻ വേണ്ടി വന്നവരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചപ്പോൾ 3 അൻസാരികളായ മദീനക്കാരായ ആളുകൾ, ബഹുമാനപ്പെട്ട ഈ 3 ആളുകൾ അവരെ നേരിടാൻ വേണ്ടി മുസ്ലിം സംഘത്തിൽ നിന്ന് മുന്നോട്ട് വന്നു. അങ്ങനെ വന്നപ്പോൾ അബൂജഹലും ഈ 3 ആളുകളും പറഞ്ഞു, നിങ്ങളെല്ലാം ഞങ്ങൾക്ക് ആവശ്യം, നിങ്ങൾ മദീനയിൽ സ്ഥിരവാസികളാണ്, ഞങ്ങൾക്ക് ആവശ്യം ഞങ്ങളെ മക്കയിൽ നിന്ന് ഓടിപ്പോന്ന മുഹാജിറുകളായി വന്ന ആളുകളുണ്ടല്ലോ മുസ്ലിമീങ്ങൾ, അവരെയാണ് നേരിടേണ്ടത് എന്ന് പറഞ്ഞ് വീണ്ടും പരിഹസിച്ചുകൊണ്ട് ആക്ഷേപിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുമതി പ്രകാരം ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹും ഹംസ റളിയല്ലാഹു അൻഹും അബ്ദുല്ലാഹി ബിൻ ഉബൈദ് ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹും ഈ 3 ആളുകളും മുസ്ലിം പക്ഷത്തിൽ നിന്ന് മുന്നോട്ട് വന്നു. അവര് ദ്വന്ദ്വ യുദ്ധം ആരംഭിക്കുകയാണ്. ദ്വന്ദ്വ യുദ്ധം എന്ന് പറഞ്ഞാൽ കൂട്ടമായ യുദ്ധമല്ല, ഒറ്റയിട്ട തല്ല് എന്ന് പറഞ്ഞതുപോലെ ഓരോരുത്തരോട് യുദ്ധം ചെയ്യുക. അങ്ങനെ ബഹുമാനപ്പെട്ട ഉബൈദ റളിയല്ലാഹു അൻഹു ഉത്ബത്തിനെ നേരിട്ടു, ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു ശൈബത്തിനെ നേരിട്ടു, ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു വലീദിനെ നേരിട്ടു. അലി റളിയല്ലാഹു അൻഹു വലീദിനെ ആ അടക്കളത്തിൽ വെച്ച് പരാജയപ്പെടുത്തി. ഹംസ റളിയല്ലാഹു അൻഹു ശൈബത്തിനെ പരാജയപ്പെടുത്തി. ശത്രുക്കൾ ഏറ്റവും വലിയ നേതാക്കളാണ്, വലിയ അഭ്യാസികളാണ്, വലിയ യോദ്ധാക്കളാണ്. അവർ രണ്ടുപേരെയും പരാജയപ്പെടുത്തി. പക്ഷേ ഉബൈദ റളിയല്ലാഹു അൻഹും ഉത്ബത്തും തമ്മിൽ ദീർഘനേരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യുദ്ധത്തിൽ രണ്ടുപേരും പരസ്പരം വെട്ടേറ്റുകൊണ്ട് വീഴുകയാണ്. പരസ്പരം വെട്ടേറ്റുകൊണ്ട് അടക്കളത്തിൽ മറിഞ്ഞു വീണു. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹും ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹും ഉബൈദ തങ്ങളെ എടുത്തുകൊണ്ട് നബി തങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുപോയി. അവിടുത്തെ കാല് മുറിഞ്ഞു പോയിട്ടുണ്ട്. ആ കാലറ്റ ശരീരവുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുക്കലേക്ക് കൊണ്ടുപോയപ്പോൾ ബഹുമാനപ്പെട്ട ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ മടിയിലേക്ക് തലവെച്ച് കിടത്തിയിട്ട് ആശ്വസിപ്പിക്കുകയാണ്. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഉബൈദ റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ മുഖത്തേക്ക് നോക്കി കണ്ണുനീരൊലിപ്പിക്കുകയാണ്. ചോദിച്ചു, എന്തിനാണ് ഉബൈദ, എന്താണ് സങ്കടപ്പെടുന്നത്? നബിയേ, എനിക്ക് അടക്കളത്തിൽ മരിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്റെ ജീവൻ നഷ്ടപ്പെടാത്ത കാരണം കൊണ്ട് എനിക്ക് ശുഹദാഇന്റെ പ്രതിഫലം കിട്ടുകയില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് വല്ലാത്ത നഷ്ടമാണല്ലോ. എന്റെ കാല് മുറിഞ്ഞു പോയതിലല്ല സങ്കടം, എനിക്ക് വെട്ടേറ്റതിലല്ല സങ്കടം. വെട്ടേറ്റ് ഞാൻ മരിച്ചിരുന്നുവെങ്കിൽ ഞാൻ ശുഹദാക്കളിൽ പെടുമായിരുന്നല്ലോ. അതുകൊണ്ട് ഈ ഉബൈദക്ക് ശുഹദാക്കളുടെ പദവി കിട്ടുമോ എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉബൈദ, നാളെ മഹ്ശറയിൽ ബദർ ശുഹദാക്കളുടെ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഉബൈദ നീ ആയിരിക്കും നേതാവ്, എനിക്ക് ശുഹദാക്കളുടെ പദവി കിട്ടും എന്ന ആശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഉബൈദ റളിയല്ലാഹു അൻഹു വളരെ ആവേശഭരിതനായി സന്തോഷത്തോടുകൂടെ അവർ ഉച്ചത്തിൽ പാടുകയാണ്, വഇയഖ്തഉ റിജ്ലി ഫഇന്നി മുസ്ലിമുൻ അർജു ബിഹി ഐശം മിനൽ
അല്ലാഹി ആലിയ വഅൽബസനി അർറഹ്മാനു മിൻ ഫളിലി മന്നിഹി ലിബാസം മിനൽ ഇസ്ലാമി വത്തൽ മസാബിയ ഫയഖ്തഉ റിജ്ലി. ആ ശത്രുക്കൾ എന്റെ കാല് മുറിച്ചു, അവര് കാല് മുറിച്ചു എന്ന ആശ്വാസത്തിലാണ്. പക്ഷേ ഫഇന്നി മുസ്ലിമുൻ, ഞാൻ മുസ്ലിമാൻ. അർജു ബിഹി ഐശം മിനല്ലാഹി ആലിയ. എന്റെ കാല് മുറിക്കപ്പെട്ടെങ്കിലും അതിന് പ്രത്യുപകാരമായി നാളെ പരലോകത്ത് ഉന്നതമായ ജീവിതം അല്ലാഹുവിന്റെ അടുക്കൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ലാഹു എന്നെ ഇസ്ലാം എന്ന വസ്ത്രം ധരിപ്പിച്ച കാരണം കൊണ്ട്, ഈമാനുള്ള വ്യക്തിയായതുകൊണ്ട് ഞാൻ അല്ലാഹുവിന്റെ അടുക്കലാണ് ഉന്നതമായ ജീവിതം പ്രതീക്ഷിക്കുന്നത് എന്ന അർത്ഥം വരുന്ന ആ കാവ്യം അവിടെ ആലപിക്കുകയാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട ഉബൈദ് റളിയല്ലാഹു അൻഹു പിന്നീട് വഴിയാത്രക്കിടയിൽ സഫ്ര എന്ന സ്ഥലത്ത് വെച്ചാണ് മരണപ്പെട്ടത്, വഫാത്തായത് എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. ആ യുദ്ധത്തിന് ശേഷം പിന്നെ കൂട്ടമായ സംഘട്ടനമാണ്. കാരണം ശത്രുക്കളുടെ 3 പ്രധാനികൾ രംഗത്തേക്ക് ഇറങ്ങിയപ്പോ 3 ആളും അടക്കളത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. ശത്രുക്കൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവർ പ്രതീക്ഷിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും നടന്നത്. അവർ കൂട്ടമായി ഈ ആയിരക്കണക്കിന് ആളുകൾ വെറും 313 ആയുധങ്ങളില്ലാത്ത ഈ സംഘത്തോട് ഒന്നിച്ച് ആക്രമിക്കാൻ പരാക്രമത്തിന് ഇറങ്ങുകയാണ്. ആ ഒന്നിച്ചുള്ള സംഘട്ടനത്തില് കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ കാണുന്ന കാഴ്ച, ശത്രുക്കളുടെ 75 ആളുകൾ അവിടെ അടക്കളത്തിൽ പരാജയപ്പെട്ടു, മറിഞ്ഞു വീണു. ബാക്കി 75 ആളുകളെ സ്വഹാബാക്കൾ അറസ്റ്റ് ചെയ്യൂ, കൈകാലുകൾ കെട്ടി ബന്ധിച്ചുകൊണ്ട് നബി തങ്ങളുടെ മുമ്പിൽ ഹാജരാക്കി. ആ യുദ്ധത്തിൽ ബാക്കിയുള്ള ആളുകൾ, ശത്രുക്കൾ മുഴുവനും അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്, രക്ഷപ്പെടുകയാണ്. ആ യുദ്ധം കഴിഞ്ഞപ്പോൾ ഉണ്ടാകുന്ന അന്തരീക്ഷം, 75 ശത്രുക്കൾ കൊല്ലപ്പെടുകയും 75 ആളുകളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്നാൽ മുസ്ലിമീങ്ങളിൽ നിന്ന് വെറും 14 പേര് മാത്രമാണ് അവിടെ ഷഹീദായി മരണപ്പെട്ടു വീണത്, വഫാത്തായത്. ഈ രംഗമാണ് ആ യുദ്ധം കഴിഞ്ഞപ്പോൾ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ആ ബദറിലെ രക്തസാക്ഷികള് അൻസാറുകളും 6 മുഹാജിറുകളും ഈ രൂപത്തിലാണ് വഫാത്തായത്, ഷഹീദായത് നമുക്ക് കാണാൻ കഴിയും. മുഹാജിറുകളായ 6 ആളുകൾ ഉബൈദ് ഇബ്നു ഹാരിസ്, ഉമൈർ ഇബ്നു അബി വഖാസ്, ദുശ്ശിമാലൈൻ, ആഖിബ് ഇബ്നു ബുഖൈർ, മിഹ്ജ, സഫ്വാൻ ഇബ്നു ബൈളാ എന്നീ പേരുള്ള 6 മുഹാജിറുകളും, അതുപോലെ സഅദ് ഇബ്നു ഖൈസമ, മുബശ്ശിർ ഇബ്നു അബ്ദുൽ മുൻദിർ, യസീദ് ഇബ്നു ഹാരിസ്, ഉമൈർ ഇബ്നു ഹുമാം, റാഫി ഇബ്നു മുഅല്ല, ഹാരിസ് ഇബ്നു സുറാഖ, ഔഫ് ഇബ്നു ഹാരിസ്, മുഅവ്വിദ് ഇബ്നു ഹാരിസ്, ഈ പേരുകളുള്ള 8 അൻസാറുകൾ മാത്രമാണ് അവർ ഷഹീദായത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ ചെറിയ സംഘം വലിയ ആബാലവൃദ്ധമാകുന്ന സംഘത്തോട് ആയുധങ്ങളില്ലാതെ പൊരുതിയപ്പോൾ അല്ലാഹു സംഭവിച്ചത്, അല്ലാഹു വലിയ വിജയം കൊടുത്തു എന്നുള്ളതാണ്. എന്താണ് വിജയിക്കാൻ കാരണം? അവിടെ ഈമാൻ ആയിരുന്നു. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ യഥാർത്ഥ ഈമാനുള്ളവരായി ജീവിക്കുകയാണെങ്കിൽ നിങ്ങളാണ് എവിടെയും മികച്ചു നിൽക്കുന്ന ഉന്നതരും പ്രതാപരും. നിങ്ങളെ തളർത്താനോ തകർക്കാനോ നിങ്ങളെ പരാജയപ്പെടുത്താനോ ലോകത്ത് ഒരു ശക്തിക്കും ഇന്ന് കഴിയില്ല. നിങ്ങൾക്ക് ഈമാനുണ്ടെങ്കിൽ ആ ഈമാനാണ് ബദരീങ്ങൾ കാണിച്ചു തന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബദർ യുദ്ധം എന്ന് പറയുന്നത് ഒരിക്കലും യുദ്ധത്തിലേക്ക് ഇസ്ലാം മുസ്ലിമീങ്ങൾ ഇറങ്ങി തിരിച്ചതല്ല. മറിച്ച് തങ്ങളുടെ സമ്പത്ത് കൊള്ളയടിച്ച് ആ സമ്പത്ത് കൊണ്ടുപോകുമ്പോൾ അതുകൊണ്ട് തന്നെ ആയുധം വാങ്ങി തങ്ങൾ ആക്രമിക്കുമെന്ന് കണ്ടപ്പോൾ തങ്ങളുടേതായ സമ്പത്ത് ചോദിക്കാൻ വേണ്ടി ചെന്ന സ്വഹാബാക്കളെ, തുച്ഛം വരുന്ന സ്വഹാബാക്കളെ, ആയിരക്കണക്കിന് ശത്രുപക്ഷം ആയുധ വിഭൂഷരായ സൈന്യം വന്നുകൊണ്ട് ആക്രമിക്കുകയായിരുന്നു. ആ അക്രമത്തിന്റെ പ്രതിരോധമാണ് ബദർ എന്ന് പറയുന്നത്. ആ ബദർ യുദ്ധം നടന്നു. ഇന്ന് ആ ബദരീങ്ങൾ ആണ്ട് നമ്മൾ സ്മരിക്കുമ്പോൾ ആ ബദരീങ്ങൾ തന്റെ ജീവൻ ബലിയർപ്പിക്കാൻ വേണ്ടി എടുത്ത സന്നദ്ധതയും ആ ഈമാനിക ആവേശവും അത് നമുക്ക് മാതൃകയാകുകയും ആ മാതൃക അനുസരിച്ചുകൊണ്ട് ഈമാനോടുകൂടെ ജീവിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ രാജ്യത്ത് ഇന്ന് വളർന്നു വരുന്ന പരിശുദ്ധ ഇസ്ലാമിനെതിരെയുള്ള കുടിലമായ കുതന്ത്രങ്ങൾ ധാരാളം നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം യുപിയിൽ ഒരു സ്കൂളിന്റെ മൈതാനിയിൽ വെച്ച് ഒരു കുട്ടി നിസ്കരിക്കുകയാണ്. ആരെയും ശല്യം ചെയ്യില്ലല്ലോ നിസ്കാരം എന്ന് പറഞ്ഞാൽ, മൈതാനത്ത് വെച്ച് നിസ്കരിക്കുകയാണ്. ആ കുട്ടിക്കെതിരെ വലിയ മതവിദ്വേഷം നടത്തി എന്ന പേരും പറഞ്ഞ്
പറഞ്ഞ് കേസെടുത്തുകൊണ്ട് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനത്തെ വലിയ ഒരു അന്തരീക്ഷം നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത് വളർന്നു കൊണ്ടുവരുന്നുണ്ട്. അവിടെയെല്ലാം നമ്മൾ ചിന്തിക്കേണ്ടത് ആയുധത്തിന്റെ ബലത്തിലല്ല നമ്മളുള്ളത്, ആൾബലത്തിലല്ല നമ്മളുള്ളത്. നമ്മുടെ ബലം എന്ന് പറയുന്നത് എവിടെയും ഈമാൻ എന്ന ബലമാണ്. ആ ബലം കുറഞ്ഞു പോയാൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. ആ ബലവും ശക്തിയും നമുക്കുണ്ടെങ്കിൽ ശത്രുക്കളുടെ വലിപ്പമോ എണ്ണമോ സംവിധാനങ്ങളോ അല്ലെങ്കിൽ അവരുടെ ആയുധങ്ങളോ ഒന്നും എവിടെയും വിജയിക്കുകയില്ല. അതുകൊണ്ട് ഈമാനിന്റെ ബലം വർദ്ധിപ്പിക്കാനാണ് ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ശ്രമിക്കേണ്ടത് എന്ന് പരിശുദ്ധ ബദറിന്റെ സന്ദേശമായി ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. ആ ബദരീങ്ങളുടെ ശക്തി, ഈമാനികമായ കരുത്ത് നമുക്കും പകർന്നു നൽകുമാറാവട്ടെ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവേ, ബദരീങ്ങള് പരിശുദ്ധ ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വേണ്ടി അവരുടെ കുടുംബം ഉപേക്ഷിച്ചു, സമ്പത്ത് ഉപേക്ഷിച്ചു, ജീവൻ ഉപേക്ഷിച്ചുകൊണ്ട് പൊരുതി. പടച്ച റബ്ബേ, കാരണം കൊണ്ടാണ് ഇന്ന് മുസ്ലിമീങ്ങളായി ജീവിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നത്. ആ ഇസ്സത്തുള്ളത് അല്ലാഹുവേ, ഞങ്ങളുടെ ഇസ്സത്തിനെ നീ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനെ. മുസ്ലിം ഉമ്മത്തിന്റെ ഇസ്സത്തിനെ നീ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനെ. ഇസ്ലാമിന്റെ ശത്രുക്കളെ ബദറിൽ പരാജയപ്പെടുത്തിയതുപോലെ ഈ യുഗത്തിലും നീ പരാജയപ്പെടുത്തണേ റഹ്മാനെ. അർഹമർ റഹീമായ റബ്ബേ, മുസ്ലിം ഉമ്മത്തിന് എല്ലാ കാലത്തും നീ പ്രതാപവും ഇസ്സത്തും വർദ്ധിപ്പിക്കണേ അല്ലാഹ്. എല്ലാ ശത്രുക്കളുടെ ശല്യങ്ങളിൽ നിന്നും മുസ്ലിം ഉമ്മത്തിനെ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. ബദരീങ്ങളുടെ ഈമാൻ ഞങ്ങൾക്ക് നീ പകർന്നു തരണേ റഹ്മാനെ. ബദരീങ്ങളെ കൊണ്ട് ആവേശം ഉൾക്കൊള്ളാനും അവരുടെ സന്ദേശങ്ങൾ പകർത്താനും അവരുടെ ജീവിത ശൈലി പകർത്താനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അർഹമർ റഹീമായ റബ്ബേ, ബദരീങ്ങൾക്ക് നീ സ്വർഗ്ഗത്തിൽ ഉന്നതമായ സ്ഥാനങ്ങൾ നൽകണേ റഹ്മാനെ. അവരുടെ ശഫാഅത്തിൽ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. അവരോടൊപ്പം ഒരുമിച്ച് കൂടാൻ ഞങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ അവസരം നൽകണേ റഹ്മാനെ. ബദരീങ്ങളെ സ്നേഹിക്കാനും അവരെ പാടാനും പുകഴ്ത്താനും മദ്ഹുകൾ പാടാനും ഞങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ നീ നൽകണേ റഹ്മാനെ. ബദരീങ്ങളെ മദ്ഹ് പറയാൻ പാടില്ലെന്ന് പറയുന്ന, ബദരീങ്ങളെ ഇകഴ്ത്തുന്ന, അവരെ കുറിച്ച് പരിഹസിക്കുന്ന എല്ലാ പുത്തൻവാദികളെ ശർറിൽ നിന്നും ഈ ഉമ്മത്തിനെ നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ബദരീങ്ങളെ ശത്രുക്കളായ, ബദരീങ്ങളെ പരിഹസിക്കുന്ന ആ പുത്തൻവാദങ്ങളിൽ നിന്ന് ഞങ്ങളെ തലമുറകളെ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.